നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തോന്നലാണോ അതോ ശരിയാണോ അത് നമുക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വാക്കുകളെക്കാളും കൂടുതൽ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? അത് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കൂടുതലും നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നവരാ. നാട്ടുകാരെന്ത് വിചാരിക്കും എന്നാൽ നമ്മൾ വിചാരിക്കും. നമ്മളുടെ വീട്ടുകാരെന്ത് വിചാരിക്കുന്നത് നമ്മൾ ഓർക്കാറില്ല. നമ്മുടെ ഭർത്താവ്, ഭാര്യ, കുട്ടികൾ, അമ്മ, അച്ഛൻ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഫ്രണ്ട്സും ചില സമയത്ത് നമ്മൾ ഇവരെയൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ്. അവരെന്ത് വിചാരിച്ചാൽ എന്താ, എന്നാൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാൾക്കാരെ എന്ത് വിചാരിച്ചാൽ എന്താണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷെ നമ്മൾ പരിചയമില്ലാത്തവർ, അവരെന്ത് വിചാരിക്കും, ഞാൻ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും, എങ്ങനെയാണ് വിചാരിക്കാറല്ലേ? അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നിങ്ങളുടെ വാക്കുകളേക്കാൾ കൂടുതൽ വില കൽപ്പിക്കുന്നത്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന കളേഴ്സ് ബ്ലാക്ക്, യെല്ലോ, ബ്ലൂ. ഈ 3 കളേഴ്സ് എടുത്തേക്കുന്നത് ബ്ലാക്ക്, യെല്ലോ, ബ്ലൂ കേട്ടോ. ഇതിലിഷ്ടമുള്ള കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. പേഴ്സണൽ കറക്റ്റായിട്ട് റെസൊനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള സിറ്റുവേഷൻ അറിയണം എന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന് എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ്റെ ഓറക്കിൾ മെസ്സേജും ഒരു ക്വസ്റ്റ്യനും അതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ റീഡിംഗ് ഉണ്ട്, അതുപോലെ പാക്കേജ് റീഡിങ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഞാൻ നോക്കുക നിങ്ങളുടെ റിലേഷൻ്റെ ഓവറോൾ എനർജി എന്താണ്, പിന്നെ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയുള്ള ആളാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ആ പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നോക്കാം. പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ വാക്കിന് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുള്ള അഭിപ്രായത്തിന് മീൻസ് നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ പേഴ്സൺ വില കൽപ്പിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് തരാനുള്ളത്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓറക്കിൾ മെസ്സേജ് നോക്കും. അത് ഇതിനെല്ലാം ഉപരിയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലൂ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് ആദ്യം പോകുന്നത്. ബ്ലൂ സെലക്ട് ചെയ്തവരുടെ ഓവറോൾ എനർജി എന്താണ്? ഇപ്പോൾ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ള റീഡിംഗ് ആണ്. അപ്പോൾ യൂണിവേഴ്സ് ഈ സൈഡിൽ നിന്ന് കാഴ്ച വീഴുന്നത്. ബ്ലൂ സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ്. കേദാർനാഥ്, എംബ്രേസ് ചേഞ്ച് ഓഫ് പ്ലേസ് വിത്ത് കോഷൻ. ഇതിപ്പോൾ നമ്മൾ റീഡിങ്ങിൽ ഏകദേശം പേഴ്സണൽ റീഡിങ്ങിൽ ഒരു സ്ഥിരമായിട്ട് വരുന്ന കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്ഥലത്തിന് വ്യത്യാസമുണ്ട്, ഒരു റിലേഷൻ പുതിയതായിട്ട് വിവാഹം കഴിച്ച് നിങ്ങളൊരു സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി കിട്ടിയ ഒരു സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ റൂം മാറുകയാണ്, ഓഫീസ് മാറുകയാണ്, വീട് മാറുകയാണ്, അപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇത്തിരി ശ്രദ്ധ വേണം എവിടെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയാലും ഇപ്പോൾ യാത്ര പോവുകയാണ്, ടൂറ് പോവുകയാണ് അല്ലേ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പോവുകയാണ്, എങ്ങനെയായാലും നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് നിങ്ങൾ വേറൊരു
ഒരു വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് ആ സ്ഥലത്തേക്ക് പോകുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്താണ്? കുറേ കാർഡ്സ് വീഴാം, 3 കാർഡ്സാണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി ജഡ്ജ്മെൻറ്റും 3ഉം സ്ട്രെങ്ത്തുമാണ്. മൂന്നും മേജർ അർക്കാന കാർഡ്സാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫിനെ ശരിക്കും ബാധിക്കുന്ന സിറ്റുവേഷനാണ് ഓവറോൾ എനർജി. അപ്പം നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പിൽ എന്തോ കാര്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അർത്ഥം. ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു പല മീനിങ് ആണ്. മറ്റൊരാളുടെ കുറ്റം വിളിച്ചു പറയുക, 4 പേരെ അറിയിക്കുക, അതല്ലെങ്കിൽ സ്വന്തം തെറ്റുകളെ ഏറ്റു പറയുക, ഇതൊക്കെ ഒരു ജഡ്ജ്മെൻ്റ് ആണ്. അതല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായ? അതല്ലെങ്കിൽ ഒരു ഏറ്റുപറച്ചിലും ഒരു എന്താ പറയുക റിഡംഷൻ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുകളിൽ നിന്ന് ഒരു വിടുതൽ, അങ്ങനെയുള്ള കാർഡാണ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ റിലേഷൻഷിപ്പിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. അപ്പം മരിച്ചു കിടക്കുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിലോ അല്ലെങ്കിൽ കോമൺ ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക, അതാണ് അവിടെ ഒരു ജഡ്ജ്മെൻറ്റ് വരും. വെറുതെ റീകൺസിലിയേഷൻ അല്ല ഇവിടെ വരുന്നത്. റീകൺസിലിയേഷൻ്റെ കൂടെ അവിടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ക്ഷമാപണം നടത്തി പിന്നെ ഇനി മുമ്പോട്ട് ഇനി തെറ്റുകൾ ഉണ്ടാകില്ല എന്നൊരു സിറ്റുവേഷനിലുള്ള റീകൺസിലിയേഷനാണ്. മൂൺ കാർഡ് എന്ന് പറഞ്ഞാൽ ഇല്യൂഷനാണ്, മിസ്റ്ററി, ഡ്രീംസ്, പിന്നെ പേടി, ഒരു എന്താ പറയുക എന്തോ വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നമ്മൾ ചില സോഡിയാക് സൈൻസ് അത് എന്താ പറയുക ഇല്ലാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന, ഇല്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത, അവർ കണ്ടിട്ടില്ലാത്ത, ഇപ്പോൾ സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഇവർ വളരെ എന്താ പറയുക ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ് ഇവർ പറയുക. പക്ഷെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? ചിലർ ഇങ്ങനെയുള്ള സംസാരങ്ങൾ പൊതുജന അട്രാക്ഷന് വേണ്ടിയിട്ട്, അറ്റൻഷന് വേണ്ടിയിട്ടാണ് പറയുക. അപ്പോൾ മറ്റുള്ളവരെ ട്രാപ്പിലാക്കി മറ്റുള്ളവർക്ക് വിശ്വാസയോഗ്യമായിട്ട് സംസാരിച്ചിട്ട് ഇവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷെ ഇവർ അഭിനയിക്കും ഇവരങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന്. യക്ഷിയെ കണ്ടു, പ്രേതത്തിനെ കണ്ടു, ആ എക്സ്പീരിയൻസ് ഉണ്ട്, സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ എന്താ പറയുക പാരനോർമൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഭയങ്കര ക്രേസാണ് ആൾക്കാർക്ക്. ഡീമൺസ് വരുന്നു റൂമിൽ, അവർ ക്യാമറ വെച്ചപ്പോൾ അതിനകത്ത് കാണുന്ന ഒരു ഭീകര ജീവി അന്ന് ഇവരെ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ടൊക്കെയുള്ള പരിപാടികൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള കഥകൾ ഉണ്ടാക്കി പറയുന്നത് ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ എല്ലാവർക്കും യൂട്യൂബിൽ കയറണം എന്ന് ആഗ്രഹമുള്ളവരാണ്. എന്ന് വെച്ചാൽ ഈസി അല്ല കേട്ടോ, ഈസിയാണ് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ആൾക്കാരുടെ വിചാരമാണ്. അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സക്സസ്ഫുൾ ആകുന്നവരെല്ലാം ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്, അതിൻ്റെ പുറകെ ഇരുന്നിട്ടാണ്, അത് ചില്ലറ പരിപാടിയല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ഈസി ആയിട്ട് യൂട്യൂബിൽ കയറണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇങ്ങനെയുള്ള തട്ടുകൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് യൂട്യൂബിൽ വരിക. അപ്പോൾ അത് കുറച്ച് നാളുണ്ടാവും, പിന്നെ അത് കഴിഞ്ഞാൽ അത് കെട്ടുപോകും, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഇല്യൂഷണറി വേൾഡിൽ, ഇമാജിനറി വേൾഡിൽ ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ. വേറൊരു തരത്തിൽ പറഞ്ഞാൽ സീക്രറ്റ്സ് എന്താ പറയുക ഒളിച്ചു വെക്കുന്ന ഒരു സിറ്റുവേഷൻ. അതല്ലെങ്കിൽ എന്തോ വരാൻ പോകുന്നൊരു ടെൻഷൻ, എന്തൊക്കെയോ അപായങ്ങൾ വരാൻ പോകുന്നൊരു ടെൻഷൻ. പിന്നെ സ്ട്രെങ്ത് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്ന, മനസ്സിലായി, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമുക്കിപ്പോൾ എടുത്തു ചാടി എന്തോ ചെയ്യണമെന്ന് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ഇല്ല വേണ്ട കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിക്കില്ലേ, അതൊക്കെ സ്ട്രെങ്ത്തിലാണ് വരുന്നത്. പിന്നെ നമുക്ക് സ്ട്രെങ്ത് ഇല്ല, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനുള്ള വിൽ പവർ കുറവാണ്, ധൈര്യം വരുന്നില്ല, അപ്പോൾ കുറച്ച് ധൈര്യം സംഭരിക്കണം എന്നൊക്കെയുള്ളൊരു ഇതാണ്, കാർഡ്സാണ് ഇതെല്ലാം.
അപ്പോൾ പിന്നെ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ജഡ്ജ് ചെയ്യുന്നവർ അവരെല്ലാവരും നമ്മളെ ജഡ്ജ് ചെയ്യുന്നവർ എപ്പോഴും അവർ പെർഫെക്റ്റ് ആയതുകൊണ്ടാണല്ലോ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് അല്ലേ. അവസാനം അവരുടെ തെറ്റുകൾ നാട്ടുകാരറിയുമ്പോൾ ആ സിനിമയിൽ എന്താണ് അമർ അക്ബർ ആൻ്റണിയിൽ നമ്മളുടെ പിഷാരടിയുടെ ക്യാരക്ടർ നല്ലവനായ ഉണ്ണി, മനസ്സിലായോ? എല്ലാവരും നല്ലവനായ ഉണ്ണിയെ കണ്ടുപഠിക്കണമെന്ന് പറഞ്ഞു ഉണ്ണി ജയിലിൽ പോണത് ആ സിറ്റുവേഷൻ. അപ്പം അങ്ങനെയുള്ള ചിലരുണ്ട് നമ്മളെപ്പോഴും ജഡ്ജ് ചെയ്യുന്നത്, നമ്മൾ അഡ്വൈസ് ചെയ്യും, നീ ഇങ്ങനെ ചെയ്യുന്നതിന് നീ അങ്ങനെ ചെയ്യുക. അവസാനം അവരാണ് കുഴിയിൽ കിടക്കുന്നത്, നമ്മളുടെ അത്രയും പ്രശ്നമില്ല. അങ്ങനെ തിരിച്ചറിവാവുന്നത്, അവരുടെ കള്ളി വെളിച്ചത്താവുന്നതും ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. 3 പറഞ്ഞാൽ ഇല്യൂഷനാണ്, ഡ്രീംസ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഡ്രീംസ് ഉണ്ടെങ്കിൽ നിങ്ങളത് ആരോടും പുറത്ത് പറയാൻ ധൈര്യമില്ല. കാരണം പുറത്ത് പറഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ ജഡ്ജ് ചെയ്യും, പുറത്ത് പറഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ കളിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഡ്രീംസിനെ അടക്കി വെക്കുകയാണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾ ഡ്രീംസിന് ചിറക് വെച്ച് പറക്കുക. അപ്പോൾ ഓരോരുത്തരുടെ ഡ്രീംസാണ് പിന്നത്തെ കാലത്ത് റിയാലിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഡ്രീംസ് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആര് നമ്മളുടെ ഡ്രീം കൊള്ളൂല എന്ന് പറഞ്ഞാലും നമ്മളുടെ ഡ്രീം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മളതിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ അത് നമ്മൾക്ക് നടത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു സീരീസ് കാണായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ, അത് കഴിഞ്ഞു, പിന്നെ കണ്ടില്ല. അത് വൺ പീസ് എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് മങ്കി ലൂഫി എന്ന് പറഞ്ഞ ഒരു പൈററ്റ് ആവണം എന്ന് പറഞ്ഞ ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തുടങ്ങിയ അവന് പൈററ്റ്. അപ്പോൾ അവൻ്റെ അപ്പൂപ്പനാണെങ്കിൽ അവനെ മറൈൻ ആക്കണം എന്നാണ്, എന്ന് വെച്ചാൽ ലോൻ്റെ സൈഡിലേക്ക് പോകണം, ഇവൻ ലോ അല്ലാത്തതിൻ്റെ സൈഡിൽ, പക്ഷെ നല്ലവനായ പൈററ്റ് ആയിട്ട് മാറണം എന്ന് വിചാരിക്കുന്നത്. അവസാനം അവൻ പൈററ്റ്സിൻ്റെ കിങ് ആവുക തന്നെ ചെയ്യും. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് വരുന്നവർക്കൊക്കെ ഒരു ഡ്രീം വേണം. അവരുടെ ഡ്രീം ആരും വിശ്വസിച്ചില്ലെങ്കിൽ അവൻ പറഞ്ഞ്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ ഡ്രീമിൽ, എന്നാലും ഞാൻ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പം നമ്മളുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലുള്ള ഡ്രീംസ് അതിനെ കെടാതെ വെച്ചുകൊണ്ട് വളർത്തിക്കൊണ്ട് വരിക, അതിന് വേണ്ടി പ്രയത്നിക്കുക. ആരെന്ത് പറഞ്ഞാലും നമ്മളുടെ ഉള്ളിലുള്ള ഡ്രീം ഒരിക്കലും അണയരുത്. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഒരു സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഡ്രീമുള്ള ഒരാൾ മറച്ചു വെക്കുന്നതാണ് ആ ഡ്രീമിനെ. സ്ട്രെങ്ത് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, മറ്റുള്ളവർ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മളെ കൺട്രോൾ വെക്കുന്ന, നമ്മളുടെ ഡ്രീംസിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്ന നമ്മൾ തന്നെയാണ്. എന്തുകൊണ്ട്? നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, അവർ കളിയാക്കിയാലോ, മനസ്സിലായോ? ആ ഒരു ഇതുകൊണ്ട്. അപ്പോൾ നമ്മളുടെ ഫിയേഴ്സാണ് നമ്മളുടെ ധൈര്യത്തെ കെടുത്തുന്നത്. അപ്പോൾ പേടിയെ നമ്മൾ തരണം ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ധൈര്യം സംഭരിക്കുക, അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കാർഡ്സൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. കുറച്ച് കൂടുതലായിപ്പോയി ഇവിടുത്തെ ഡയലോഗ്സ്, പക്ഷെ അത് അത്രയും പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ചേഞ്ചാണ് ഇവിടെ കാണുന്നത്. ചേഞ്ച് ഓഫ് പ്ലേസ് പോകുമ്പോൾ അത് ഇത്തിരി കോഷ്യസ് ആയിട്ട് പോകണം. അപ്പോൾ കുറച്ച് അഡ്വെഞ്ചറൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം. അങ്ങോട്ട് പോകുമ്പോൾ പേടിയോടെയാണ് പോകുന്നത്. പേടിയുടെ ആവശ്യമില്ല, കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ജഡ്ജ്മെൻറ്റിനെ ക്ലാരിഫൈ ചെയ്യുന്ന ഒരു ഫാദർ ഓഫ് കപ്സ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനോ ഹസ്ബൻഡോ ഫ്രണ്ടോ ബ്രദറോ ആരെങ്കിലും ആയിരിക്കാം. കിങ് ഓഫ് കപ്സ്. ഓവർ പ്രൊട്ടക്റ്റീവായ ആളുകൾ നമ്മളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം അവർക്ക് പേടിയാണ്. നീ അതിലേ പോകുമ്പം, ഇപ്പോൾ ചിലർക്ക് പാരാഗ്ലൈഡിങ് ഇഷ്ടമാണ്. അപ്പോൾ പലർക്കും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അപകടമില്ല. പക്ഷേ ഈ ആകാശത്ത് കൂടി ഇങ്ങനെ പറക്കുക, ആ പാരഷൂട്ടിൽ ഇങ്ങനെ പറക്കുക എന്ന് പറയുന്നത് ചിലർക്ക് ഭയങ്കര എക്സിലറേറ്റിംഗ് ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞ് വേണ്ട അപകടം ഉണ്ടാവും, ഇതുണ്ടായി എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജി നിങ്ങളുടെ ഇതിലുണ്ട്. അപ്പോൾ 5 ഓഫ് സ്വേർഡ്സ് ഉണ്ട്. 5 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുന്ന ഒരു എനർജിയാണ്. ഇതപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, ബോയ് ഫ്രണ്ട് ആവാം, ഗേൾ ഫ്രണ്ട് ആവാം, ആരുമാവാം, ഇത് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിൽ ഇപ്പോൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരോട് നമ്മൾ തെറ്റേറ്റു പറയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ട് അവർ ക്ഷമിക്കും, അവർ നമ്മളെ കളിയാക്കില്ല. പക്ഷെ നമ്മൾ ചിലരോട് തെറ്റേറ്റു പറയുമ്പോൾ, അബദ്ധം പറ്റിയെന്ന് പറയുമ്പോൾ അവർ കളിയാക്കും നമ്മളെ, മനസ്സിലായോ? പറയണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നു. അങ്ങനൊരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ മൂൺ കാർഡിനെ എന്താണ് ക്ലാരിഫൈ ചെയ്യുന്നത്? മൂൺ കാർഡിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സത്യം നമ്മളുടെ ഉള്ളിലാണ് എന്നാണ്. സത്യം നമ്മളുടെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കുകയാണ് ഹെർമിറ്റ്.
അതുപോലെ സത്യം ഒളിച്ചു വെക്കുന്നതും ഹെർമിറ്റാണ്. ഇവിടെ ഡിസപ്പോയിൻമെൻറ്റ്, സത്യം തുറന്ന് പറയാൻ, നമ്മുടെ ഡ്രീംസിനെ തുറന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടുള്ള ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഈ റിലേഷൻഷിപ്പിലുണ്ട്. സ്ട്രെങ്ത് കാർഡിനെ ക്ലാരിഫൈ ചെയ്യുന്നത് കിങ് ഓഫ് സ്വേർഡ്സും പിന്നെ 10 ഓഫ് കപ്സുമാണ്. അപ്പോൾ ഇവിടെ വളരെ നിങ്ങൾ എന്ത് തരത്തിൽ, ഇപ്പോൾ ചിലപ്പോൾ രണ്ട് കിങ്സ് ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ, രണ്ട് പുരുഷന്മാരുണ്ടാവും, രണ്ട് സ്ത്രീകളുണ്ടാവും, അറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് നിങ്ങളുടെ അച്ഛനും ചേട്ടനും ആവാം, നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ ഫ്രണ്ടും ആവാം, രണ്ട് ആണുങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഫാദർ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ കോൾഡ് ഹാർട്ടഡ് ആയ, വളരെ ലോജിക്കലും പ്രാക്ടിക്കലും ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ പേഴ്സൺ ഇമോഷണൽ അല്ല. അപ്പോൾ ചില സമയത്ത് ഈ പേഴ്സൺ നമ്മളെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ സഹായിക്കും. മനസ്സിലായി? നമ്മളുടെ ഉള്ളിലുള്ള ഫിയർ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഒരു 10 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ രണ്ട് പേരുണ്ട്. ഒരാൾ നിങ്ങളെ സഹായിക്കുന്ന ആൾ, മറ്റേ ആൾ നിങ്ങളുടെ ഉള്ളിലെ ഫയറിനെ കെടുത്തിക്കളയുന്ന ആൾ. അതാണ് ഓവറോൾ എനർജി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയുള്ള ആളാണ്, അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയുള്ള ആളാണ്. ഇവിടെ നമ്മൾ കണ്ടു രണ്ട് പേരുടെ കാര്യം കണ്ടു. നിങ്ങളുടെ പേഴ്സൺ ഇതിൽ ഏതാണ്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള മറ്റേ ആൾ നിങ്ങളുടെ ഫ്രണ്ട് ആവാം, വളരെ അടുത്തൊരു ഫ്രണ്ട് ആവാം കേട്ടോ. അത് റിലേഷൻഷിപ്പ് ആവണമെന്നില്ല. അപ്പോൾ ഇവിടെ 4 കാർഡ്സാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു കാര്യം തീരുമാനിക്കാനായിട്ട് വളരെ കോഷ്യസ് ആയ ഒരാളാണ്, എടുത്തുചാട്ടമില്ലാത്ത ഒരാൾ. അപ്പോൾ എന്ത് കാര്യത്തിനും നിങ്ങളെ ഒന്ന് കോഷൻ ചെയ്യുന്ന, ഓക്കെ അത് വേണോ, ആലോചിക്കുക, ഇപ്പോൾ സമയമായോ എന്ന് പറഞ്ഞ് നിങ്ങളെ ഒന്ന് പുറകിലേക്ക് മാറ്റുന്ന. അപ്പോൾ ഈ പേഴ്സൺ പല പ്രയോറിറ്റീസും നോക്കുന്ന ആളാണ്. ഇത്തിരി വെള്ളം കുടിച്ചു, തൊണ്ട ഉണങ്ങുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ വളരെ അളന്ന് തൂക്കി അഭിപ്രായം പറയുന്ന ആളാണ്, അളന്ന് തൂക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളാണ് കേട്ടോ. പെട്ടെന്നൊരു അഭിപ്രായം ചോദിച്ചാൽ ഈ പേഴ്സണ് പറയാൻ പറ്റില്ല, ആലോചിക്കട്ടെ എന്ന് പറയുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. എല്ലാത്തിലും വിക്ടറി വേണം, ഞാൻ എന്ത് ചെയ്താലും അതിൽ ജയം കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എല്ലാ സമയത്തും. അങ്ങനെയുള്ളവരെന്ത് പറയും, അങ്ങനെയുള്ളവരുടെ ലൈഫിൽ എക്സൈറ്റ്മെൻറ്റ് കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അളന്ന് തൂക്കി പെരുമാറുന്ന, എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴത്തെ ആ ഒരു ഇതിലാണ്, ഒരു മൂച്ച് തോന്നി ചെയ്യുന്ന കാര്യങ്ങളിലാണ് എക്സൈറ്റ്മെൻറ്റ് ഉള്ളത്. ഇവിടെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ കൺട്രോൾഡ് ആയിട്ട് വെക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. പക്ഷേ അതേസമയം ഈ പേഴ്സൺ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കുന്ന ആളാണ്. അതുപോലെ ഞാൻ എന്ത് ചെയ്താലും അതിൽ ഞാൻ വിജയിക്കണം എന്ന് വിചാരിച്ചാൽ അപ്പോൾ ഞാൻ വളരെ കാൽക്കുലേറ്റീവായിട്ട് മൂവ് ചെയ്യുള്ളൂ. സ്പോണ്ടേനിറ്റി ഇല്ല എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള ആ കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ പേഴ്സൺ. പിന്നെ നിങ്ങളുടെ പേഴ്സൺ സത്യത്തിന് വേണ്ടി നിലനിൽക്കും, റൂളിന് എതിരായിട്ട് ഒന്നും ചെയ്യില്ല എന്ന് പറയുന്ന ആളാണ്. പക്ഷെ നമ്മളെല്ലാവരും റൂളുകൾക്ക് എതിരായി, ലോ ആൻഡ് ഓർഡറിന് എതിരായിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്, പല കാര്യങ്ങൾ. എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ പിടിക്കപ്പെടാത്ത അത്രയും നാളാണ് നമ്മൾ സത്യസന്ധനാണ്, പിടിക്കപ്പെട്ടാൽ അപ്പോൾ സത്യസന്ധത പോയി, അങ്ങനെയുള്ളവരാണ് മിക്കവരും. അപ്പോൾ ഒളിച്ചു കളിയുള്ള ഒരാളാണ് എന്ന് വെച്ചാൽ സത്യത്തിന് വേണ്ടി ഞാൻ നിൽക്കുള്ളൂ എന്ന് പറയുകയും ചെയ്യും. സ്വന്തം കാര്യം വരുമ്പോൾ ചിലപ്പോൾ സത്യം മറന്നു പോകുന്ന ഒരാൾ, മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരാളാണിത്. എല്ലാത്തിലും ഫെയർനെസ് വേണമെന്ന് പറയുമെങ്കിലും ട്രൂത്ത് വേണം, ക്ലാരിറ്റി വേണം, ബാലൻസ് വേണം, ഇക്വാളിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ജസ്റ്റിസ്. പക്ഷേ ഈ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മഫലത്തിൽ വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ. എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ വിതയ്ക്കുന്നത് അതേ നമ്മൾ കൊയ്യുള്ളൂ, അതല്ലാതെ നമ്മൾ വിതയ്ക്കാത്ത കാര്യങ്ങൾ നമുക്ക് കൊയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താണ് കൊടുക്കുന്നത് അത് നമ്മളിലേക്ക് തിരിച്ചു വരുമെന്ന് ഒത്തിരി പേടിയുള്ള ഒരാളാണ്. പിന്നെ വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ, ട്രാവൽ ചെയ്യണം എന്ന് ഇഷ്ടമുള്ള ആളാണ്. ചിലപ്പോൾ എബ്രോഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എബ്രോഡ് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഇപ്പോൾ എബ്രോഡ് ആയിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സൺ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ക്യാരക്ടർ. നിങ്ങളെങ്ങനെയാണ് ഈ പേഴ്സൺ നോക്കിക്കാണുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കുറേ കാർഡ്സ് നടന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങൾ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്.
നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ നിൽക്കുന്നത് മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. നിങ്ങൾ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആണെന്ന് ഈ പേഴ്സണ് ഒരു വിചാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെങ്കിൽ തന്നെ ഇവിടെ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മയുണ്ട്. നിങ്ങൾ തമ്മിൽ സ്നേഹമാണ്. ചിലപ്പോൾ ഓപ്പോസിറ്റ്സ് അട്രാക്റ്റ് എന്ന് പറയില്ല. രണ്ട് ക്യാരക്ടറുള്ള ആളുകൾ, രണ്ട് ഇഷ്ടാനിഷ്ടങ്ങളുള്ള ആളുകൾ, രണ്ട് തരം വീക്ഷണങ്ങളുള്ള ആളുകളായിരിക്കാം നിങ്ങൾ. പക്ഷേ എന്തോ ഒരു ഓപ്പോസിറ്റ്സ് അട്രാക്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്നതായിരിക്കാം. പക്ഷേ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആണെന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ സ്നേഹം മെറ്റീരിയലിസ്റ്റിക് ആണെന്നാണ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? ഒബ്സസീവ് ആണ് നിങ്ങളുടെ സ്നേഹം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ. അതിൽ കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ്. സ്നേഹമില്ലാത്തതല്ല, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പാണ്. അതിനെ ബ്രേക്ക് ചെയ്യാനൊന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ചില കാര്യങ്ങളോട് ഈ പേഴ്സണ് വലിയ അഭിപ്രായമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കർമ്മഫലമാണ്, ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇതൊരു കർമ്മഫലമായിട്ട് കിട്ടിയ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്. കേട്ടോ, ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് ഇവിടെ. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെങ്കിലും കുറച്ച് കാർമിക് ആണെന്നാണ് പറയുന്നത്. കാരണം രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇതൊക്കെ കൊണ്ടിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വാക്കുകൾ. അപ്പം നിങ്ങൾ രണ്ടുപേരും രണ്ട് തരത്തിൽ ചിന്തിക്കുന്നവരാണ്, രണ്ട് തരത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കാത്തത്. മനസ്സിലായി? പിന്നെ നിങ്ങൾ കുറേ റൊമാൻറ്റിക് ആണ്, ഭയങ്കര അട്രാക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നതെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. പിന്നെ അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും. എപ്പോഴും രണ്ടുപേരും തമ്മിൽ സ്വരുമയോടെ അല്ല പോകുന്നത്. ഇടയ്ക്ക് അടിപിടിയൊക്കെ ഉണ്ടാവുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഇഷ്ടത്തിലാണെങ്കിലും രണ്ടുപേരുടെയും വീക്ഷണം വ്യത്യാസത്തിലായതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വാക്കുകൾ വില കൊടുക്കാത്തത്. മനസ്സിലാവട്ടെ? കാരണം നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു കാര്യം പറയും, നിങ്ങളതിൽ ഇമോഷണൽ സൈഡിലേക്ക് പോകും. ഈ പേഴ്സൺ അത്ര ഇമോഷണൽ അല്ല. അപ്പോൾ നിങ്ങളൊരു ഇമോഷണൽ വാല്യൂ അതിനകത്തേക്ക് കയറ്റുമ്പോൾ അത് ഈ പേഴ്സൺ ഇഷ്ടമല്ല. മനസ്സിലായോ? പ്രാക്ടിക്കൽ ആൻഡ് ലോജിക്കലുമായിട്ട് നിങ്ങൾ ചിന്തിക്കണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സൻ്റെ അഭിപ്രായത്തിന് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായത്തിന് വില കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിങ്ങൾ എന്ത് വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും, എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ? ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വാക്കുകൾക്ക് വില കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ പേഴ്സൺ വില കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് അതിനു വേണ്ടി നിങ്ങൾക്ക് തരാൻ പറ്റുക? അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഗൈഡൻസ്, ഇവിടെ ഓറക്കിൾ മെസ്സേജ് പറഞ്ഞത് നിങ്ങൾ പോകുമ്പോൾ എവിടെയെങ്കിലും പുതിയ സ്ഥലത്തേക്ക്, അപ്പോൾ നിങ്ങൾ പല സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എടുത്ത് ചാടി ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുമായിരിക്കും പോകരുത് എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഇഷ്ടംപോലെ ആൾക്കാർ വെള്ളത്തിൽ മുങ്ങി മരിച്ചു അല്ലേ, അങ്ങോട്ടൊന്നും പോകരുത്, ന്യൂനമർദ്ദമുണ്ട്, മഴയാണ്, വെള്ളപ്പൊക്കം ഉണ്ടാവും, ഇതൊക്കെ പറഞ്ഞിട്ട് ആരും കേൾക്കാതെ പലരും മരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് പോകുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ സൂക്ഷിച്ചു പോകും. അപ്പം നിങ്ങളുടെ പേഴ്സൺ പറയും നിങ്ങൾ ക്വിക്കായിട്ട് സ്പീഡായിട്ട് നിങ്ങൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് കുറച്ച് ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സും അതാ പറയുന്നത്, കുറച്ച് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക, പല കാര്യങ്ങളും ചെയ്യുമ്പോൾ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കുക, പേടിക്കുകയല്ല വേണ്ട, കുറച്ചൊരു ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ പക്ഷേ നിങ്ങൾ എല്ലാം പെട്ടെന്ന് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറാണ് നിങ്ങൾക്ക് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. എല്ലാത്തിനും എടുത്തു ചാടുന്ന ക്യാരക്ടർ ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കാത്തത്. അപ്പോൾ ഇതിൽ കുറച്ചൊരു സ്ലോ ആയി കഴിഞ്ഞാൽ എല്ലാം റെഡി ആവുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, Taurus, Leo, Aquarius, Scorpio, Libra, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn,
Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Virgo, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Leo, Cancer, Scorpio. ഇത്രയുമാണ് സോഡിയാക് സൈൻസ്. ബ്ലൂ സെലക്ട് ചെയ്തവരുടെ. ഇനി ഞാൻ പോകുന്നത് യെല്ലോ സെലക്ട് ചെയ്തവരുടേതിലേക്കാണ്. നിങ്ങൾക്ക് ആദ്യം വേണ്ട ഓറക്കിൾ മെസ്സേജ് നമുക്കെടുക്കാം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്തത്? അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? യെല്ലോ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? ബുൾ, നന്ദി. നന്ദി എന്ന് പറഞ്ഞാൽ ശിവഭഗവാന്റെ കാളയാണ്. അപ്പോൾ അറ്റൈൻ സക്സസ് ത്രൂ സ്പിരിച്വൽ പെർസ്യൂട്ട്സ് ആൻഡ് പേഷ്യൻസ്. അപ്പോൾ പേഷ്യൻസ് അതാണ് വേർഡ്. ക്ഷമ. ക്ഷമ പരിശീലിക്കുക. നമ്മളെല്ലാവരും നമ്മൾ ഭയങ്കര ക്ഷമയുള്ളവരാണെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ചില കാര്യങ്ങളിൽ വളരെ ക്ഷമയുണ്ട്, ചില കാര്യങ്ങൾ ഒട്ടും ക്ഷമയില്ലാത്തവരാണ് മെജോറിറ്റി ആളുകൾ കേട്ടോ. അപ്പോൾ ക്ഷമ പരീക്ഷിക്കുക, പരിശീലിക്കുക എന്നാണ് യൂണിവേഴ്സിൻ്റെ ഓറക്കിൾ മെസ്സേജ്. ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? അപ്പോൾ ക്ഷമ പരിശീലിക്കുക. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? സ്ട്രെങ്ത് റിവേഴ്സ് ആണ് വരുന്നത്. സ്ട്രെങ്ത് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഡൗട്ട്, നിങ്ങളുടെ കഴിവുകളിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഡൗട്ടുണ്ട്, അല്ലെങ്കിൽ തമ്മിൽ ഡൗട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പ് വർക്ക് ആവുമോ, ഇത് വർക്ക് ആയില്ലെങ്കിലോ, ഇത് സക്സസ്ഫുൾ ആയില്ലെങ്കിലോ, മനസ്സിലായോ? അപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി, നിങ്ങൾ സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നില്ല. ഒരു റിലേഷൻഷിപ്പിൽ നമ്മളാവുമ്പോൾ നമുക്ക് ഭയങ്കര സെക്യൂർ ഫീലിംഗ് ആയിരിക്കണം. ഓക്കെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അയാൾ നോക്കിക്കോളും അല്ലെങ്കിൽ അവൾ നോക്കിക്കോളും എന്നൊരു വിശ്വാസം അതില്ല ഇവിടെ, മനസ്സിലായോ? അപ്പോൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ. ഇത് ലിയോ ആണ് സോഡിയാക് സൈൻ. ഞാനിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയിൽ സ്ട്രെങ്ത് റിവേഴ്സ് വന്നത്? ആക്ഷൻ എടുക്കാൻ രണ്ടുപേരും മടിക്കുന്നു, ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ രണ്ടുപേർക്കും മടി, ഒരു വിശ്വാസമില്ലായ്മ. അപ്പോൾ ഒരു തരം ഇത്രയും പോട്ടെ എന്നൊരു വിശ്വാസം, എന്നൊരു ചിന്തയുള്ള പോലെ. ഡെത്ത് കാർഡ്. ഈ റിലേഷൻഷിപ്പ് അവസാനിക്കണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട്, മറ്റേ ആൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഡെത്ത് എന്ന് പറഞ്ഞാൽ എൻഡാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് അവസാനിക്കണം, സ്ട്രഗിൾ ചെയ്യാൻ വയ്യ, ഇവിടെ ഒന്നും ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് അത് തീർന്നോട്ടെ എന്നൊരാൾ വിചാരിക്കുമ്പോൾ, അപ്പോൾ പേഷ്യൻസ് ഇല്ലായ്മയാണ്, ക്ഷമയില്ലായ്മയാണ് ഈ അവസാനം ആഗ്രഹിക്കുന്ന ആളുടെ എനർജി. മറ്റേ ആൾ ക്ഷമയുള്ള ആളാണ്, അപ്പോൾ സ്ട്രഗിൾ ചെയ്താലും കുഴപ്പമില്ല, ഇതിനൊരു ഗ്രോത്ത് വേണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയും കൂടി ഉണ്ട്. അപ്പോൾ ഇതിന് വേണ്ട പോഷകങ്ങൾ, റിലേഷൻഷിപ്പും ചെടികൾ പോലെയാണ്, പോഷകങ്ങൾ ഇട്ട് കൊടുക്കുന്ന ഒരാൾ മറ്റേ ആൾ പോഷകങ്ങൾ ഇട്ട് കൊടുക്കുന്നത് നിർത്തി, മനസ്സിലായോ? ഇത് പോയാലും കുഴപ്പമില്ല എന്ന് ആലോചിക്കുന്ന ആൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയുള്ള ആളാണ്? നിങ്ങളുടെ പേഴ്സണിൽ ഇതേതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, അതാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയുള്ള ആളാണ്? നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയുള്ള ആളാണ്? ടെമ്പറൻസ് റിവേഴ്സ്, ഫൂൾ റിവേഴ്സ്, സ്റ്റാർ റിവേഴ്സ്. ഇവിടെ ഒരു പേഴ്സൺ ഒരു എന്താ പറയുക, സുഖലോലുപൻ അല്ലെങ്കിൽ സുഖലോലുപയായ ഒരു ക്യാരക്ടറാണ്. ഈ പേഴ്സണ് ഒരു ബാലൻസ് ഇല്ല പേഴ്സണൽ ലൈഫിൽ. അതുപോലെ എന്തിലൊക്കെയോ അഡിക്ഷൻ ഉള്ള ഒരാളാണ്, പെണ്ണായാലും ആണായാലും. അതാണ് ടെമ്പറൻസ് റിവേഴ്സ് വന്നേക്കുന്നത്. പിന്നെ ഫൂൾ റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് മടിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സണാണ് ഇവിടെ അവസാനം ഈ റിലേഷൻഷിപ്പ് അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. അപ്പോൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ റെഡിയല്ല. അപ്പോൾ തോന്നിയ പോലെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്, ഒട്ടും ക്ഷമയില്ലാതെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. കാരണം റിലേഷൻഷിപ്പ് വർക്ക് ചെയ്തില്ലെങ്കിൽ ഈ പേഴ്സണ് കുഴപ്പമില്ല എന്നൊരു സിറ്റുവേഷനിലേക്ക് പോന്നിട്ടുണ്ട്. ഒരു റിലേഷൻഷിപ്പ് വേർത്താണ്, അവിടെ വർക്ക് ചെയ്യണം, എനിക്കിത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നൊരാഗ്രഹം ഈ പേഴ്സൻ്റെ മനസ്സിലില്ല.
അപ്പോൾ സ്റ്റാർ റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസമില്ലായ്മ, ഇതിന് നല്ലതൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഏതു നേരം ഭയങ്കര ഇൻസെക്യൂറാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഏതു നേരവും ഈ പേഴ്സണിൽ തന്നെ വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നേക്കുന്നത്. ഏതു നേരവും ഇത് പോട്ടെ, ഇത് പൊക്കോട്ടെ, എനിക്ക് വയ്യ ഇതിൻ്റെ പുറകെ നടക്കാൻ എന്ന് വിചാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ഏത് സിറ്റുവേഷനും പെട്ടെന്ന് കാര്യങ്ങൾ റിസൾട്ട് വന്നില്ലെങ്കിൽ ആ സിറ്റുവേഷൻ വേണ്ട, പൊക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇത് വളരെ സീരിയസ് ആയ ഒരു സിറ്റുവേഷനാണ്. കാരണം ഇതെല്ലാം എല്ലാ കാർഡ്സും മേജർ ആർക്കാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന, ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്ന എനർജീസാണ് ഇത് മൊത്തം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ജഡ്ജ്മെൻറ്റ് റിവേഴ്സ് ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളാണ് ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ എന്ന് വിചാരിക്കുന്നില്ല കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. നിങ്ങൾ ഭയങ്കര ക്രിറ്റിസിസമാണ് ഈ പേഴ്സൺ ചെയ്യുന്ന ഒരു കാര്യത്തിനും നിങ്ങൾക്ക് അഭിപ്രായമില്ല എന്നാണ്. എപ്പോഴും നിങ്ങൾ ഈ പേഴ്സൻ്റെ ഓരോ ആക്ഷനെയും ചോദ്യം ചെയ്യുന്നു എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അതുപോലെ നിങ്ങൾ വന്നതോടുകൂടി ഈ പേഴ്സൻ്റെ ലൈഫിൽ ബാഡ് ലക്ക് ആണെന്നാണ് പറയുന്നത്. നല്ല ജീവിച്ചിരുന്ന ആൾ നിങ്ങൾ വന്ന് കയറിയപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫിൽ മൊത്തം പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത് ഈ പേഴ്സൺ. പിന്നെ ഇവിടെ ഒട്ടും ഹാപ്പി അല്ല ഈ റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷം വേണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ പോവുകയാണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഈ പേഴ്സൺ റിലേഷൻഷിപ്പിൽ സ്റ്റക്കല്ല. ഈ പേഴ്സൺ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി പോവാം ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണ് ഭയങ്കര അൺലക്കി ആണെന്നത് ഞാൻ പറയുമ്പോൾ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സങ്കടം തോന്നും. പക്ഷേ ഇത് പറയുന്നത് കാർഡ്സാണ് പറയുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ്, ബാഡ് ലക്കാണ്. ഇത് ജഡ്ജ്മെൻറ്റ് ക്രിറ്റിസിസമാണ് പറയുന്നത്. ഇത് അതുപോലെ തന്നെ ഒരു ഈ പേഴ്സൺ ഇതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിച്ചപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിത്ഡ്രോ ചെയ്തു. മനസ്സിലായി? ഇപ്പോഴും ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഈ പേഴ്സണെ സംബന്ധിച്ചോളം എൻഡ് ആയിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ നിൽക്കുന്നെന്ന് മാത്രം. കാരണം നിങ്ങൾ ചിലപ്പോൾ ഫോഴ്സ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ആ പേഴ്സൺ ഓൺ ആൻഡ് ഓഫ് ബ്ലോക്ക് ഒക്കെ ചെയ്താലും നിങ്ങൾ പുറകെ നടന്ന് അൺബ്ലോക്ക് ചെയ്യിപ്പിക്കുന്നു. നിങ്ങൾ പുറകെ നടന്ന് ആ പേഴ്സണെ ഫോൺ ചെയ്യിപ്പിക്കുന്നു, മെസ്സേജ് ചെയ്യിപ്പിക്കുന്നു. അല്ലാതെ ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചു ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ ഇവിടെ നിന്നാൽ ഒരു സാക്രിഫൈസ് നടത്തേണ്ടി വരും. അപ്പോൾ ഈ പേഴ്സൺ എല്ലാ കാര്യത്തിലും സാക്രിഫൈസ് നടത്തുന്നത് എന്നൊരു ചിന്ത. അപ്പം നിങ്ങൾ ഒട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ഇതിനകത്തൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം. നിങ്ങളെക്കുറിച്ച് വളരെ നെഗറ്റീവായ അഭിപ്രായമുള്ള ആളാണ്. ഈ റിലേഷൻഷിപ്പ് വേർത്തല്ല നിങ്ങൾക്ക്. കാരണം നിങ്ങളാണ് ക്ഷമയോടുകൂടി ഈ പേഴ്സൺ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് പോലും നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉള്ള ഒരാളാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ വേർത്തല്ല. മനസ്സിലായോ? അപ്പോൾ പിന്നെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഈ പേഴ്സൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്തത്. കാരണം ഈ പേഴ്സൺ ഒട്ടും ക്ഷമയില്ലാത്ത ആളാണ്. മനസ്സിലാവുണ്ടോ? നിങ്ങളെക്കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്കൊരു വാല്യൂ തരാത്ത ഒരാളാണിത്. നിങ്ങൾ വെറുതെ ഇതിൻ്റെ പുറകെ പോയി എത്രയോ നല്ല ആളുകൾ ലോകത്തുണ്ട്, അവരെ കണ്ടുപിടിക്കുക. അപ്പോൾ പേടിയുണ്ടാവും, ഇയാൾ പോയി കഴിഞ്ഞാൽ വേറെ ആരും, അല്ലെങ്കിൽ ഈ സ്ത്രീ പോയി കഴിഞ്ഞാൽ വേറെ ആരും വന്നില്ലെങ്കിലും ഒന്ന് വരും. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എല്ലാ ദിവസവും വരുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. ഇതിനകത്ത് ഇനി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഡിസ്ഹാർമണി ഉണ്ട്, മിസ് അലൈൻമെൻറ്റ്, റിലേഷൻഷിപ്പ് പോയി. നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും സ്വരുമയോടെ വർക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾ മാത്രമേ ഈ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ വർക്ക് ചെയ്യുന്നുള്ളൂ. മറ്റേ ആൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഔട്ടായി. പക്ഷേ നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ആ പേഴ്സൻ്റെ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ട്, അത്രയേ ഉള്ളൂ. ആ പേഴ്സണെ സംബന്ധിച്ച് റിലേഷൻഷിപ്പ് ഓവറാണ്, കഴിഞ്ഞു, ക്ഷമയില്ലാത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ഇനി അതിൻ്റെ പുറകെ നടക്കേണ്ടതെന്നാണ് യൂണിവേഴ്സ്. ഇനി ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നിർത്തുക. ഇവിടെ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കേൾക്കുന്നവർക്ക് വിഷമമാകുന്നുണ്ട്, പക്ഷേ ഇതാണ് സത്യം. ഓക്കെ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, പൈസീസ്, Cancer, Pisces, Scorpio, Taurus, Leo, Aquarius, Scorpio, Aquarius,
സാജിറ്റേറിയസ്, ലീബ്ര, ടോറസ്, സ്കോർപ്പിയോ. ഇതെല്ലാം മേജർ കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ലിയോ എല്ലാം. ഇതിലേതെങ്കിലും ഒരെണ്ണം അല്ലാത്തതുണ്ടോ? ഇത് മൈനർ അർക്കാനയാണ്, ഇത് മേജറാണ്, ഇത് മൈനറാണ്. പക്ഷെ മെജോറിറ്റിയും മേജറാണ്. അപ്പം നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്, നിങ്ങളുടെ ഫെയ്റ്റ് ആണ്, ഒരു കാർമിക് സിറ്റുവേഷൻ ആണിത്. നിങ്ങൾ അനുഭവിക്കാനുള്ളതായിരുന്നു ഇത്. അങ്ങനെയാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പോകാൻ പോകുന്ന ബ്ലാക്ക് സെലക്ട് ചെയ്തൊരു റീഡിങ്ങിലേക്കാണ് കേട്ടോ. നിങ്ങൾക്കെല്ലാം ഓവറോൾ എനർജി, നിങ്ങളുടെ വാക്കുകൾക്ക് ഈ പേഴ്സൺ വില കൽപ്പിക്കാത്തത്, അല്ലെങ്കിൽ അതന്നെ വില കൽപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? അതാണ് നമ്മുടെ ചോദ്യം. ഭഗവാനെ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. രണ്ട് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് രുദ്രമന്ത്രം ജപിക്കണം. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഹിന്ദുക്കൾക്ക് ഓം നമോ ഭഗവതേ രുദ്രായ അത് ജപിക്കണം എന്നാണ് പറയുന്നത് 108 പ്രാവശ്യം. പിന്നെ ഇത് രണ്ടാമത്തത് ആദ്യം റീഡിങ്ങിൽ കണ്ടതാണ്. ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുന്നെങ്കിൽ അത് വളരെ സൂക്ഷിച്ച് വേണമെന്നാണ് പറയുന്നത്. ഇപ്പം ടൂറൊക്കെ പോകുന്ന സമയമാണ്, മഴക്കാലമാണ്, മഴവെള്ളപ്പാച്ചിലും അതും ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ വളരെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. റിലേഷൻഷിപ്പിലേക്ക് നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ വിവാഹം കഴിച്ച് പുതിയതായിട്ടൊരു സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് ട്രാൻസ്ഫർ കിട്ടി, അല്ലെങ്കിൽ വൈഫിന് ട്രാൻസ്ഫർ കിട്ടി നിങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീട് മാറുക, റൂം മാറുക, എന്ത് ചെയ്താലും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങൾ മുമ്പോട്ട്. പേടിക്കണം എന്നല്ല പറയുന്നത്, ശ്രദ്ധ വേണം, ദൈവത്തിന് വിശ്വാസം വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? Ten of Wands റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സിറ്റുവേഷൻ ഭയങ്കര ബേർഡൻ ആയിട്ട് മാറി. ഓക്കെ, എന്നുവെച്ചാൽ ഇതെന്ന് വെച്ചാൽ നമ്മൾക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ഉള്ള ബേർഡൻ, ഭാരം ചുമന്നിരുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം. ഇപ്പോൾ ഒരാൾക്ക് ജോലി ഉണ്ടായിരുന്നുള്ളൂ, അയാളാണ് വീട്ടിലെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ നോക്കിയിരുന്നത്. അപ്പോൾ ഇപ്പോൾ രണ്ടുപേർക്കും ജോലി കിട്ടിയപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യുന്നുണ്ട് എക്സ്പെൻസസ്, വീട്ടിലെ ജോലികൾ, എല്ലാ കാര്യങ്ങളും രണ്ടുപേരും തമ്മിലാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇനി എനിക്ക് ഈ ബേർഡൻ പൊക്കാൻ പറ്റില്ല, ഞാനിത് വിട്ട് കളയുകയാണ്, ഇനി ഇതും കൊണ്ട് എനിക്ക് വയ്യ എന്നൊരു സിറ്റുവേഷനും ആവാം. 10 of Wands ആണ്, അവസാനമാണ്, ഒരു ഭാരം ചുമക്കലിൻ്റെ അവസാനമാണ്. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ചിലർ ഭാരം കൂടി വന്ന് ആരും സഹായിക്കാൻ നിലത്തിട്ട് കളയും. ചിലരങ്ങനെയല്ല, ഓക്കെ ഇയാളോടും കൂടെ തുറന്ന് പറഞ്ഞ് നമുക്ക് രണ്ടോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് പറയുന്നതാണ്. അങ്ങനത്തെ ഇവിടെ ഒരു നൈറ്റ് ഓഫ് സ്വേർഡ്സിനെ കാണിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് സ്വേർഡ്സ് ഒരു പ്ലെയർ എനർജിയാണ്. അതിൻ്റെ കൂടെ ഒരു 7 of Swords കാണിക്കുന്നുണ്ട്. 7 of Swords എന്ന് പറഞ്ഞാൽ കണ്ണിങ്, വളരെ കാൽക്കുലേറ്റീവും കണ്ണിങ്ങുമായ എനർജി. രണ്ടും നെഗറ്റീവ് എനർജീസാണ് ഇവിടെ. അപ്പം ഇതിലൊരാൾ ഭയങ്കര ഉഴപ്പുള്ള, ഭയങ്കര ചീറ്റിംഗ്, ബിട്രയലൊക്കെ ചെയ്യുന്ന, ചതിക്കുന്ന, വഞ്ചിക്കുന്ന ഒരാൾ, വളരെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള ഒരാളാണ്.
അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഒരാൾ ചുമന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും. അവസാനം ഇത് വേണ്ടാന്ന് വെക്കാം. അപ്പോൾ നിങ്ങളൊരു ഡിവോഴ്സിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു ചേഞ്ച് ഇവിടെ വരും. അത് ഒരു സ്ഥലം ചേഞ്ച് ഓഫ് പ്ലേസ് വരും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് താമസിക്കുന്നവരാണെങ്കിൽ ആ സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വരാൻ വഴിയുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് നിങ്ങളെ ഒഴിവാക്കുക. ഈ പേഴ്സൺ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് താമസ സ്ഥലം കണ്ടെത്തണം, അല്ലേ? അതല്ല, നിങ്ങൾ ഈ പേഴ്സണെയാണ് ഒഴിവാക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് രണ്ടുപേർക്കും എക്സ്പെൻസ് എടുക്കാം. ഒരാൾക്ക് എക്സ്പെൻസ് അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ നിങ്ങൾ വേറെ സ്ഥലം നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ കുറച്ചൊരു കെയർഫുൾ ആയിട്ട് വേണം എന്നാണ് പറയുന്നത്. ചേഞ്ച് ഓഫ് സെനാരിയോ വരുമ്പോൾ കുറച്ചൊരു ശ്രദ്ധിച്ച് വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം എന്താണ്? ഇത് നിങ്ങളുടെ പേഴ്സണായിട്ടാണ് ഞാൻ എടുത്തത്, നിങ്ങളുടെ സ്വഭാവമാവാം. അപ്പോൾ എന്താണ് പേഴ്സൻ്റെ സ്വഭാവം? കുറേ കടങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ കടങ്ങൾ കൊടുത്തു തീർക്കാനുള്ള പൈസ ഇല്ലാത്ത ഒരാൾ. അതുപോലെ തന്നെ ഈ പേഴ്സണ് കുറേ ബാധ്യതകളുണ്ട്, അങ്ങനത്തെ ഒരാളാണ്. പിന്നെ ഈ പേഴ്സൺ വെട്ടൊന്ന് മുറി രണ്ട്, ഭയങ്കര അഹങ്കാരിയായ, മറ്റുള്ളവരെ ഒരു വകയും വെക്കാത്ത ഒരാളാണ്. ഭയങ്കരമായ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയ പേഴ്സണാലിറ്റിയാണ് ഈ പേഴ്സൺ, കേട്ടോ. ഭയങ്കര എന്ന് വെച്ചാൽ ആരെയും അടുപ്പിക്കില്ല. ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും ആരോടും പറയില്ല. അതുപോലെ തന്നെ അറുത്തുമുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. പിന്നെ സൺ കാർഡ്, ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്, പ്ലെഷറൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ എന്താ പറയുക, എല്ലാ കാര്യത്തിലും സക്സസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഹാപ്പിനെസ്, എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ സന്തോഷം നമ്മുടെ ഉള്ളിലാണ് എന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളായിരിക്കാം. മനസ്സിലാവട്ടോ? അപ്പോൾ ചിലപ്പോൾ കുട്ടികളില്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്, കുഞ്ഞുണ്ടാവുമ്പോഴേ ഇവിടെ സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്നൊരു സിറ്റുവേഷൻ. ചില സമയത്ത് ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കുട്ടികൾ ഉണ്ടാവാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒളിച്ചു വെച്ച് മറ്റുള്ളവരുടെ മുതുകത്ത് ചാരി അവരെ അപഹാസ്യയാക്കുക എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. പക്ഷേ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ചിലരുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നത് കൊണ്ട് ഒരാൾ മറ്റേയാളുടെ തലയിലാണ് ഇതിൻ്റെ മുഴുവനും ഭാരവും ഒരാളാണ് ചുമന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു റൂമിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഭാര്യയും ഭർത്താവുമാണെങ്കിൽ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ. ആരും പുറത്ത് പറയാതെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഒരാൾ അത് ശരിക്കും എൻജോയ് ചെയ്തു. കാരണം അയാൾ മറ്റേയാളത്തെ, പ്രശ്നങ്ങളില്ലാത്ത ആളുടെ തലയിലാണ് എല്ലാ റെസ്പോൺസിബിലിറ്റിയും വെച്ചത്. അത് ആ പേഴ്സൺ ഒന്നും മിണ്ടാതെ കുറേ നാൾ സഹിച്ചിരുന്നു. ഇനിയിപ്പോൾ അത് വേണ്ട, ഞാനിത് ഇട്ട് കളയുകയാണ്. ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയിരുന്നു. കാരണം എല്ലാവരുടെ മുമ്പിൽ വെച്ചും കളിയാക്കുക, വീട്ടുകാരുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ, ഫ്രണ്ട്സിൻ്റെ മുമ്പിലൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് കളിയാക്കുമായിരുന്നു ഈ പേഴ്സൻ്റെ കോംപ്ലക്സ് മറച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് ഈ പേഴ്സൺ എന്താ പറയുക, ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഈ പേഴ്സണെ ഇങ്ങനെ സിറ്റുവേഷനിൽ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളോടായിരിക്കാം. അപ്പോൾ ഈ പേഴ്സൺ കുട്ടികളുണ്ടായാലും മാത്രമേ ഇവിടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ എന്നാണ്. കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ പ്രശ്നമുള്ള ആൾ ഡോക്ടറെ കണ്ട് സോൾവ് ചെയ്യണ്ടേ? അത് പക്ഷേ അവരാദ്യം ആക്സെപ്റ്റ് ചെയ്യണം അവർക്കാണ് പ്രശ്നം എന്ന്. അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല, അതിന് റെഡിയല്ലാത്ത ഒരാളാണിത്, കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുട്ടികൾ ഉണ്ടാകും എന്ന് തന്നെ ഓപ്റ്റിമിസം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണാൻ പോവാത്ത ഒരാളാണ്. അപ്പോൾ മറ്റേ ആൾ ഈ ഇത്രയും വർഷങ്ങളായിട്ട് ഈ പ്രശ്നം മനസ്സിൽ ചുമന്നുകൊണ്ട് എടുക്കായിരുന്നു, ആരെയും കാണിക്കാതെ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര സ്മാർട്ടായിട്ട് കാര്യങ്ങൾ എല്ലാവരും ഒളിച്ചു വെച്ചു. കാരണം ഭാരം നിങ്ങളുടെ മേത്താണല്ലോ. നിങ്ങൾ കാരണമാണ് കുട്ടികളില്ലാത്തതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ആക്ച്വലി പ്രശ്നം നിങ്ങളുടെ പേഴ്സണാണ്. ഈ പേഴ്സൺ ആണെങ്കിൽ വളരെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. കാരണം കുട്ടികളില്ലാത്തതുകൊണ്ട് അവർ ഭയങ്കര, അപ്പോൾ പേഴ്സൻ്റെ വീട്ടുകാർ പറയും, കുട്ടികളില്ലാത്തതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പെരുമാറുന്നത്, അവൻ അങ്ങനത്തെ സ്വഭാവമുള്ള ആളല്ല. പക്ഷേ ഈ പേഴ്സൺ ഭയങ്കര കണ്ണിങ് ആണ്. അത് മുതലെടുത്ത ഒരാളാണ്. ആൾക്കാരെ കാണുമ്പോൾ വളരെ കരഞ്ഞ് കാണിക്കുന്ന, വളരെ ഇമോഷണലി ഭയങ്കര പ്രശ്നമാണെന്ന് കാണിക്കുന്ന, നിങ്ങളെ എല്ലാവരുടെ മുമ്പിലും ഇടിച്ചു താഴ്ത്തി കാണിക്കുന്ന ഒരു പേഴ്സണാണിത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ
നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ജസ്റ്റിസ് റിവേഴ്സ് ആണ്. ഭയങ്കര അൺഫെയർ ആയിട്ട് നിങ്ങൾ ഭയങ്കര അൺഫെയർ ആണെന്നാണ് പറയുന്നത്. അപ്പം ചിലപ്പോൾ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇവിടെ നിങ്ങളൊരു ചേഞ്ച് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ കോഷ്യസ് ആയിട്ട് പോകണമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങി വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇനി വേറെ ആരെങ്കിലും ഒരു റിലേഷൻഷിപ്പ്, ആരെങ്കിലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആൾക്കാർ വീക്കായി പോകും. അപ്പോൾ പുറത്തുള്ള റിലേഷൻ ആരെങ്കിലും സപ്പോർട്ടിന് നമ്മൾ സപ്പോർട്ട് നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇതിലും ഭേദമല്ലെങ്കിൽ, ഇതിലും കഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പണിയാവും. അതുകൊണ്ടാണ് എടുത്തു ചാടി ഒന്നിലേക്കും പോകരുതെന്ന് പറയുന്നത് ഇവിടെ കേട്ടോ. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഒട്ടും ഫെയർ അല്ലാതെ, അപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവാം, ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കണം, എനിക്ക് വേറെ വിവാഹം കഴിക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. കാരണം ഉണ്ടാവാതിരിക്കുന്നത് വെച്ചാൽ ആരുടെയും തെറ്റല്ല, അത് ഓരോ യോഗങ്ങളാണ്. പക്ഷേ അതുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്ന് വെച്ചാൽ ആ കുട്ടികൾ ഉണ്ടാവാൻ മീൻസ് എന്തെങ്കിലും പ്രശ്നമുള്ള ആള്, മനസ്സിലായോ? അങ്ങനെയുള്ള ആള് അവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ മുതുകത്ത് വെച്ചിട്ട് അവരെ അപഹാസ്യമാക്കിയോ അപഹാസനാക്കിയോ ചെയ്യുന്നത് ശരിയല്ല. ഇവിടെ അതാണ് നടക്കുന്നത്. അപ്പോൾ കുട്ടികൾ ഇല്ലായ്മയല്ല ഇവിടെ പ്രശ്നം. ഈ പേഴ്സൺ നിങ്ങളെ ഇടിച്ചു താഴ്ത്തുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ ഇടിച്ചു താഴ്ത്തുന്നതാണ് പ്രശ്നം ഇവിടെ. അതുകൊണ്ടാണ് ഒരാൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നത്. വേറൊരു റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾ ഒട്ടും ഫെയർ അല്ല എന്നാണ്. ഇത്രയും നാൾ ജീവിച്ചില്ലേ, ഇനി കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തോട്ടെ, ചെയ്തൂടെ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ. അതുമല്ല എങ്ങനെ വീട്ടുകാരോട് പറയും, എൻ്റെ വില എന്താവും, ഞങ്ങളുടെ വീട്ടുകാരുടെ പേരും പ്രശസ്തിയും എന്താവും, ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങളായിട്ട് ഇവിടെ ഒരു തീരുമാനം എടുത്താൽ ഭയങ്കര പ്രശ്നമാവും, നാട്ടിൽ മുഴുവൻ പാട്ടാവും എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ പണിഷ് ചെയ്യുകയാണ്, ഡെലിബറേറ്റ്ലി പണിഷ് ചെയ്യുകയാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്. പിന്നെ നിങ്ങൾ ഭയങ്കര മൂടിയാണ്, ഒട്ടും ചിരിച്ച് കളിച്ച് ഏത് നേരം നോക്കിയാലും ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന ഒരാളാണ്, ഭയങ്കര നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരാളാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത് കേട്ടോ. ഒട്ടും റൊമാൻറ്റിക് അല്ല, ഒട്ടും ഹാപ്പി അല്ല, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഓവറായിട്ട് റിയാക്ട് ചെയ്യും നിങ്ങൾ എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ വിചാരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഭയങ്കര സ്വാർത്ഥയാണ്, അല്ലെങ്കിൽ സ്വാർത്ഥനാണ്. അതുകൊണ്ടാണ് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ഒരു വിക്ടിം മെൻറ്റാലിറ്റി എന്ന് വെച്ചാൽ ഞാനൊരു പാവമാണ്, നീയാണ് എന്നെ ദ്രോഹിക്കുന്നത് എന്നൊരു ചിന്തയാണ് ഈ പേഴ്സണിൻ്റെ മനസ്സിൽ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അത് നിങ്ങളുടെ തെറ്റല്ല, ഈ പേഴ്സണിൻ്റെ സിറ്റുവേഷനാണ്. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ പിടിച്ചു വെക്കാൻ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇമോഷണലി നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഈ പേഴ്സൺ നോക്കും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പോകാനായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇഷ്ടത്തിനല്ല പോകുന്നതെങ്കിൽ, നിങ്ങൾക്ക് മതിയായത് കൊണ്ടല്ല പോകുന്നത്, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും റിലേഷൻഷിപ്പായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടോ, ആ പേഴ്സണെ കുറിച്ച് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പോൾ ആ പേഴ്സണെ മനസ്സിലാക്കാതെ നിങ്ങൾ ആ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കാനായിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെയും ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിലോ. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ അത് വളരെ ശ്രദ്ധയോടെ പോകണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഈ സിറ്റുവേഷനിൽ? നിങ്ങൾ തീരുമാനമെടുത്ത പോലെ തന്നെയാണ്. കാരണം ഇവിടെ ഇതിങ്ങനെ 2 കാണിച്ചു കഴിഞ്ഞാൽ ചോയ്സസ് ആണ്, എടുക്കാൻ ബുദ്ധിമുട്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ചോയ്സ് കാണിക്കുന്നില്ല. നോക്കട്ടെ ഗൈഡൻസ് എന്താണ് വരാന്ന്. അപ്പോൾ നിങ്ങൾ തീരുമാനമെടുത്ത പോലെയാണ് കേട്ടോ. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സ് തരുന്നത്? 2 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. അപ്പം നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ചിട്ടും ഈ പേഴ്സണിൻ്റെ വീട്ടുകാരെ കുറിച്ചിട്ടും ഒക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എൻ്റെ ജീവിതം നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ആരെയും ബോധിപ്പിക്കാൻ ഒരു പ്രായം വരെ, ഒരു 50 വയസ്സ് വരെയൊക്കെ നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് ജീവിക്കും, മറ്റുള്ളവർ പറയുന്ന കേട്ട് ബോധിപ്പിക്കാനായിട്ട് ജീവിക്കും. 50 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ടത്? 50 വയസ്സ് കഴിഞ്ഞു, ഇനിയിപ്പോൾ ആരെ ബോധിക്കണം? നാട്ടുകാരെ ബോധിപ്പിക്കണോ, വീട്ടുകാരെ ബോധിക്കണോ? ഇല്ല, നമുക്ക് എത്ര കാലം ജീവിക്കാനുണ്ടാവും? 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ 50 വയസ്സ് വരെ ഇന്നത്തെ കാലത്ത് ഇരുന്നത് തന്നെ വലിയ ദൈവഭാഗ്യം എന്ന് പറയാം.
അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാതിരുന്നാൽ പിന്നെ നമ്മളുടെ ജീവിതം എപ്പോഴാണ് ജീവിക്കുക നമ്മൾ അല്ലേ? അപ്പോൾ ഇവിടെ ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ ഇതിനകത്ത് നിൽക്കുകയാണ് ഈ പേഴ്സണെ സന്തോഷിപ്പിക്കാൻ, നിങ്ങളുടെ വീട്ടുകാരെയും ഈ പേഴ്സണിൻ്റെ വീട്ടുകാരെയും ഫ്രണ്ട്സിനെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇതിനകത്ത് നിന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മതിയായി. അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോയ്സ് എടുത്തു കഴിഞ്ഞു, നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കണം. ഇനി നിങ്ങൾക്ക് കാത്തിരിക്കാൻ വയ്യ. നിങ്ങൾ കുറേ വർഷങ്ങളായി ഇവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് വിചാരിച്ച് ഈ റിലേഷൻഷിപ്പിൽ നിന്ന ആളാണ്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ആള് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേക്കുന്ന ഈ ആളും ചിലപ്പോൾ നിങ്ങളത് പ്രിപ്പയർഡ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ ഇതും സക്സസ്ഫുൾ ആവില്ലായിരിക്കും. എന്നാലും കുഴപ്പമില്ല, തമ്മിൽ ഭേദം തൊമ്മെന്ന് നിങ്ങൾ തീരുമാനം എടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ സ്പൈ ചെയ്യുന്നൊന്നുമില്ല, നിങ്ങൾ ഡിസെപ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ഈ പേഴ്സൺ അറിയാതെ മറ്റേ പേഴ്സണായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പേഴ്സൺ പക്ഷേ നിങ്ങൾക്ക് ആ പേഴ്സൻ്റെ സ്വഭാവത്തിൽ സംശയങ്ങളുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇതിലേക്ക് പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോയാലും അവിടെ നിന്ന് എക്സ്പെക്റ്റേഷൻസ് അധികം വെക്കണ്ട. നിങ്ങൾ കുറച്ച് കോഷ്യസ് ആയിട്ട്, കാരണം ആ പേഴ്സൻ്റെ ഉദ്ദേശവും അത്ര വലിയതല്ല. ആ പേഴ്സണും ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷനിലായിരിക്കാം, പിന്നെ നിങ്ങളെ മുതലെടുക്കുന്നതും ആയിരിക്കാം. നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്ന ആളായിരിക്കും. ചിലപ്പോൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. മനസ്സിലായി? നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ഇയാൾ മാരീഡ് ആണോ അല്ലയോ എന്ന്. അപ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിച്ച് ഇതിനകത്തേക്ക് പോകണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ വരുന്ന ആളും വളരെ മൂഡിയായ ഒരാളാണ്. അതുപോലെ വളരെ ഇമോഷണലി അത്ര സ്റ്റേബിൾ ആയ ഒരു ക്യാരക്ടർ അല്ല ഇത്. അപ്പോൾ നിങ്ങൾ ആ പേഴ്സണെ കുറിച്ചും കൂടുതൽ അറിയാൻ ശ്രമിക്കുക, എന്നിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോവുക. അല്ലാതെ ഇവിടുന്ന് എന്താ പറയുക, വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്ന് പറഞ്ഞ പോലത്തെ സിറ്റുവേഷൻ ആകരുത്. അതുകൊണ്ടാണ് നിങ്ങളൊരു ചേഞ്ച് നോക്കുമ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് വളരെ ശ്രദ്ധിച്ച് അതിലേക്ക് പോകണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. അപ്പോൾ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വാരിയസ്, ലിബ്ര, ജെമിനായി, ഏരീസ്, ലിയോ, ഇതൊരു ചിലപ്പോൾ ഒരു പ്ലെയർ എനർജി ആയിരിക്കും. നിങ്ങൾക്കൊരു സംശയമുണ്ട്, അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പോകാമെന്നാണ് പറയുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. നിങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചു, പക്ഷേ ഇതിനകത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് ഇൻവോൾവ് ആവരുത്, കുറച്ചൊന്ന് ശ്രദ്ധിച്ച് പോവുക. ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപിയോ, Cancer, Pisces, Scorpio, Libra, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Leo, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Aries, Leo, Sagittarius. ഇത്രയുമാണ് ലാസ്റ്റ് റീഡിങ്ങിൻ്റെ സോഡിയാക് സൈൻസ് കേട്ടോ. ഇപ്പോൾ ഇതോടുകൂടി റീഡിങ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വേറൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും നമസ്തേ.